മാനുഫാക്ചറിങ്ങിൻ്റെ ഭംഗി കൊണ്ടും കറണ്ട് കൺസപ്ഷൻ കൊണ്ടും എന്നും മറ്റു ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബ്രാൻഡാണ് ശക്തി എന്ന് പറയുന്നത്. ഈ ശക്തി ബ്രാൻഡിൽ വരുന്ന സാധാരണ കിണറിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺവെൽ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശക്തി മാനുഫാക്ചർ ചെയ്യുന്ന SHOSC എന്ന് പറഞ്ഞ ഒരു എക്കണോമി റേഞ്ചിൽ വരുന്ന പമ്പാണ് ഇത് വേണമെങ്കിൽ എന്ന് പറയാം. കാരണം ശക്തിയുടെ മറ്റ് മോഡലുകൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ കേസിങ് മുതൽ അതിൻ്റെ ഇമ്പലർ മുതൽ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡിലാണ് വരുന്നത്. എന്നാൽ ഇത് നമ്മുടെ നോർമൽ പമ്പുകൾ പോലെ കാസ്റ്റ് അയൺ കേസിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയിൽ നിന്ന് സാരമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും ശക്തി വളരെ ചീപ്പായിട്ടുള്ളൊരു ബ്രാൻഡല്ല. നമ്മുടെ ഇന്ന് ബ്രാൻഡഡ് പമ്പുകളെന്ന് വിശേഷിപ്പിച്ച് നമ്മൾ ഈ 10,000 രൂപ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങുന്ന പമ്പുകളെ കമ്പയർ ചെയ്താൽ ആ ബ്രാൻഡുകളിൽ നിന്നെല്ലാം കാർബൺ ബുഷും കാർബൺ പാഡും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറും നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനും അതേപോലെ ഏറ്റവും കുറഞ്ഞ കറണ്ട് കൺസപ്ഷനും. ഇതിൻ്റെ നെയിം പ്ലേറ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് 6.4 ആംപിയർ ആണ് കറണ്ട് കൺസപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്ചാർജ് നോക്കുകയാണെങ്കിൽ ഏകദേശം 24 മീറ്ററിൽ 1.5 LPS ഡിസ്ചാർജും കൊടുത്തിട്ടുണ്ട്. അതായത് കൺസപ്ഷൻ കുറവാണെങ്കിലും അത് ഡിസ്ചാർജിൽ ഒരു കുറവ് വരുത്താത്ത രീതിയിലുള്ള പെർഫോമൻസ് ഉള്ളൊരു മോഡലാണ്. നമുക്കിത് പെട്ടെന്ന് ഇതിൻ്റെ ടെസ്റ്റിങ്ങും ഇതിൻ്റെ മെഗർ ടെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ടെസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളിലേക്കും പോകാം. ഓക്കെ, വെള്ളത്തിലിടുന്ന വാട്ടർ കൂൾഡ് പമ്പുകൾക്ക് നോർമലി ELCV നിൽക്കുന്നില്ല എന്നുള്ളൊരു പരാതി അധികമായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വൈൻഡിങ്ങും ബോഡി ആയിട്ടുള്ള ഇൻസുലേഷൻ കുറവാകുമ്പോഴാണ് നമ്മുടെ കറണ്ട് കൊടുക്കുന്നത് എർത്തായി പോയിട്ട് ELCV ട്രിപ്പിങ് RCCB ട്രിപ്പിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഏറ്റവും നല്ല ഇൻസുലേഷനുള്ള പമ്പുകൾ നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. ഇതിലിപ്പോൾ ഏകദേശം ഇതിൽ കാണിക്കുന്ന ഇൻസുലേഷൻ എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പ്രോബ് ഒരു എൻഡ് മോട്ടറിലും മറ്റേ എൻഡ് മോട്ടറിൻ്റെ ലീഡ് വയറിലും കണക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു 150 മെഗാ ഓമിലെ മേളിലെങ്കിലും നമ്മൾ നല്ലൊരു വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് കാണണം. നമ്മളിതാ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ നേരത്ത് ഇത് 1000 മെഗാ ഓംസ്, ഏകദേശം 2000 മെഗാ ഓംസിനടുത്ത് വരെ ഇതിന് ഇൻസുലേഷൻ ഉണ്ട്. അപ്പോൾ ELCB ഒക്കെ ഡ്രിപ്പാകാനുള്ള ചാൻസസ് വളരെ 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 കുറവായിരിക്കും. എങ്കിലും ചില പമ്പുകൾ നമ്മളിത് ലോഡ് കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരു 40 മില്ലി ആംപിയറിൻ്റെയൊക്കെ ELCB ആണ് നോർമലി വെക്കാറുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലീക്കേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടോട്ടലി കണക്കൂട്ടി കഴിയാൻ നേരത്ത് ലീക്കേജ് ഈ 40 മില്ലി ആംപിയറിൽ അധികമായിട്ട് വരാറുണ്ട്. അത് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ ഈ ചെയ്ത പോലെ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. മോട്ടറിൻ്റെ ഇൻസുലേഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേബിളിൻ്റെ ലീക്കേജ് ആവാം. ഇതേപോലെ ടോട്ടൽ ഓവറോൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ലീക്കേജ് അധികമായതുകൊണ്ടായിരിക്കാം ELCB ട്രിപ്പ് ആവുന്നത്. നമ്മുടെ ടെസ്റ്റിങ്ങിനായിട്ടുള്ള പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലാകെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നത് ഇതിൻ്റെ 3 മീറ്റർ കേബിളാണ്. നമ്മുടെ ഈ റേഞ്ചിൽ വരുന്ന മിക്ക പമ്പുകൾക്കും 10 മീറ്റർ കേബിളുണ്ട്. പമ്പിൻ്റെ ബിൽ ക്വാളിറ്റി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് ഒരു 7 മീറ്റർ കേബിൾ വാങ്ങിച്ചാൽ അതൊരു നഷ്ടമല്ല. പക്ഷേ ഇത് ജോയിൻറ്റ് നന്നായിട്ട് ചെയ്യാൻ അറിയണം. നമുക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ഒരു 7 മീറ്റർ കൂടെ കേബിൾ ജോയിൻറ്റ് ചെയ്ത് അതിൽ വാട്ടർ ടൈപ്പൊക്കെ അടിച്ച് നമുക്ക് ഇവിടുന്ന് പാഴ്സലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മോട്ടർ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് മോട്ടർ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നിലവിലൊരു 25 MFD കപ്പാസിറ്റി കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ നെയിം പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് 30 MFD ആണ്. 25 MFD ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. നോർമലി ഒരു 1 HP നമുക്ക് അറിയാവുന്ന പോലെ തന്നെ 50 MFD 36 MFD ഒക്കെയാണ് വരാറ്. ശക്തിയുടെ പമ്പുകൾക്ക് അങ്ങനെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ നിലവിലത്തെ കറണ്ട് കൺസപ്ഷൻ കൊടുത്തിരിക്കുന്നത് ആകെ നമ്മൾ ലോഡില്ലാതെ ഫുൾ ഓപ്പണിങ്ങിൽ ഇതിൻ്റെ കൺസപ്ഷൻ വരുന്നത് 6.8 ആംപിയറേ ഉള്ളൂ. ഒന്ന് ക്ലോസ് വരാം. ഇപ്പോൾ നമ്മുടെ പമ്പ് നമ്മളിതാ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 10 ആംപിയർ സ്റ്റാർട്ടിങ് പോയിട്ട് 6.8 ആംപിയറിലാണ് മോട്ടറിൻ്റെ റണ്ണിങ് ആംപിയർ. അതായത് ഒട്ടും ലോഡ് കൊടുക്കാതെ നമ്മൾ ഫുൾ വാൽവ് ഓപ്പണിങ്ങിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 6.8 ആംപിയറേ കറണ്ട് വരുന്നുള്ളൂ. കൺസപ്ഷൻ വൈസ് നോക്കിയാൽ വളരെ കുറവാണ്. നമ്മളപ്പോൾ ലോഡ് ചെയ്യുന്നതോറും കൺസപ്ഷൻ ഒരുപാട് കുറയും. നോർമലി ഒരു 1 HP സബ്മേർസിബിൾ പമ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ 6.8 ആംപിയർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ മോട്ടറിന് മാക്സിമം ഹെഡ് എത്ര വരെ കിട്ടുമെന്ന് നോക്കിയിട്ട് നമുക്ക് ഏകദേശം അതിൻ്റെ ഡിസ്ചാർജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആവറേജ് 20 മീറ്റർ 25 മീറ്റർ ഏകദേശം 3 kg, അതായത് മാക്സിമം 30 മീറ്റർ വരെയാണ് ഇതിൻ്റെ ആവറേജ് ഒരു ഹെഡ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും ഹെഡില്ലാണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിന് 6.6 കറണ്ട് എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ആവറേജ് യൂസ് ചെയ്യുന്നത് ഒരു 10 മീറ്ററൊക്കെ ഹെഡുള്ള സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ്. 6.8 6.9 ആംപിയറാണ് കറണ്ട് എടുക്കുന്നത്. അതിൻ്റെ ഡിസ്ചാർജ് നിങ്ങൾക്ക് നോക്കാം, നല്ല ഡിസ്ചാർജ് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഹെഡ് നമ്മുടെ നോർമൽ ഒരു സൈഡിലൊക്കെ ഹെഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഒരു 20 മീറ്റർ വരെയാണ് നോർമൽ ഒരു സൈറ്റ് ഹെഡ് വരാറ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മീറ്റർ ഹെഡിൽ നമ്മുടെ ഡിസ്ചാർജ് നമുക്ക് കാണാം
കറണ്ട് കൺസപ്ഷൻ വീണ്ടും കുറഞ്ഞിട്ട് 6.1 ആംപിയറിലേക്ക് കറണ്ട് കൺസപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഹെഡ് കൊടുത്ത് നോക്കാം. ആവറേജ് ഒരു 25 മീറ്റർ ഹെഡ് റേഞ്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൺസപ്ഷൻ 5.2 ആംപിയറേ ഉള്ളൂ. അതായത് 20 മുതൽ 25 മീറ്റർ വരെയൊക്കെ ഹെഡ് റേഞ്ചിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്ചാർജും അതുകൂടാതെ വളരെ ചെറിയൊരു കൺസപ്ഷനാണ് നമുക്ക് വരണുള്ളൂ. ഇനി മാക്സിമത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 30 മീറ്റർ ഹെഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഏറ്റവും മാക്സിമം ഹെഡിൽ കിട്ടുന്ന ഡിസ്ചാർജ് ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ നോക്കി അറിയാം 4.2 ആംപിയർ 4.1 ആംപിയർ മാത്രമാണത് കറണ്ട് എടുക്കുന്നുള്ളൂ. നമുക്കിതിൻ്റെ ഏകദേശം ഇതിപ്പോൾ ഒരു 20 ലിറ്ററൊക്കെ വരുന്ന ഒരു ബക്കറ്റാണ്. നമ്മൾ ഏകദേശം കൊടുത്തിരിക്കുന്ന ഹെഡ് എന്ന് പറയുന്നത് ഒരു 20 മീറ്ററിന് മേലെയുള്ള ഹെഡ് റേഞ്ചാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടൈമർ ഓടി തുടങ്ങി. ഈ 20 ലിറ്ററിൻ്റെ ബക്കറ്റ് നിറയാനായിട്ട് ഏകദേശം എത്ര ടൈം എടുക്കും നോക്കും. ഇപ്പോൾ നേരെ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം എടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെക്കൻഡാണ്. 12.67 സെക്കൻഡാണ് ഇത് ഏകദേശം ഫില്ലാവാനുള്ള സമയമെടുത്തു. അപ്പോൾ ഏകദേശം കണക്ക് കൂട്ടി നോക്കാൻ നേരത്ത് നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന 20-25 മീറ്റർ ഹെഡ് റേഞ്ചിൽ ഏകദേശം 1.5 LPS, അതായത് കമ്പനി കൊടുത്തിരിക്കുന്ന 1.5 LPSൻ്റെ തൊട്ട് മേലെ ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അതായത് ആവറേജ് നമുക്ക് ആ സൈറ്റ് ഹെഡിൽ കിട്ടുന്നത് 5400 ലിറ്റർ പെർ അവർ ഡിസ്ചാർജാണ് നമ്മൾ ഈ പറയുന്ന 25 മീറ്റർ ഹെഡ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നത്. അതിവിടെ നമ്മുടെ ടെസ്റ്റിങ്ങിലും കിട്ടുന്നുണ്ട്. ഓക്കെ, ശക്തി പമ്പിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് എപ്പോഴും എന്നെ ഞെട്ടിച്ചിട്ടുള്ള കാര്യം. നമ്മുടെ നോർമൽ റേഞ്ചിലുള്ള ഒരു 150-120 മെഗാ ഓംസിൽ നിന്ന് അധികമായിട്ട് മാക്സിമം ഇൻസുലേഷൻ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ ELCB ലീക്കേജ് ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ മൈന്യൂട്ടും വളരെ കുറവുമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ നമ്മളിപ്പോൾ നോർമലി നോക്കിയാൽ 20-25 മീറ്റർ ഹെഡ് റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ 5.5 ആംപിയറൊക്കെയാണ് കറണ്ട് എടുക്കുന്നുള്ളൂ. അത്യാവശ്യം ഒരു 5500 ലിറ്റർ ഡിസ്ചാർജ് വരെ കിട്ടുന്നുണ്ട്. ഇനി പ്രൈസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേര് കേട്ടത് കൊണ്ട് മാത്രം വാങ്ങുന്ന ഈ ഞാൻ പറയുന്ന ഇത് ഏകദേശം ഒരു 10,500 റേറ്റ് വരുന്ന മോഡലാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒത്തിരി ബിൽ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് കുറവ് കറണ്ട് കൺസപ്ഷനും നല്ല രീതിയിൽ ബിൽ ക്വാളിറ്റി ഉള്ള ഒരു പമ്പ് തന്നെയാണ് ശക്തിയുടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.